ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് 80 സെക്കൻഡ് ഇയറിലെ നമുക്ക് യൂണിറ്റ് 9ലുള്ള ബാക്കിയുള്ള പോർഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻ്റനൻസ് ഓഫ് അനസ്തേഷ്യയാണ് നമ്മൾ ഇവിടെ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് അനസ്തേഷ്യയിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെയിൻ്റനൻസ് ഓഫ് അനസ്തേഷ്യ എന്ന് പറഞ്ഞെങ്കിൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അനസ്തേഷ്യ കുറച്ച് സമയത്തേക്കൊക്കെ കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഹേലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഏജൻറ്റുകൾ നമ്മുടെ പേഷ്യൻറ്റിന് കൊടുക്കും. അതുപോലെ തന്നെ ഇൻട്രാവീനസ് ഏജൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വെയിനിലേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ്, അതുപോലെ തന്നെ മസിൽ റിലാക്സൻസ്, ഇതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വോളറ്റൈൽ ഹാലോജനേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ വേപ്പറൈസർ ആൻഡ് ഇൻഹെയിൽഡ് വിത്ത്. ഇപ്പോൾ വോളറ്റൈൽ ഹാലോജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് നമുക്ക് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രസ് ഓക്സൈഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മുടെ പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അനസ്തേഷ്യ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് പൊസിഷനിങ് ഓഫ് ദ പേഷ്യൻ്റ് ആണ്. എങ്ങനെ നമ്മുടെ പേഷ്യൻറ്റിനെ പൊസിഷനിങ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ നേഴ്സിന് നമ്മുടെ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏത് സർജിക്കൽ പ്രൊസീജിയറാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പൊസിഷനിലായിരിക്കണം നമ്മുടെ പേഷ്യൻ്റ് കിടക്കുന്നത്. There are lots of factors to consider in positioning the patient, which includes the following. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യൻ്റ് എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലായിരിക്കണം പേഷ്യൻ്റ് കിടക്കേണ്ടത്. പിന്നെ ദ ഓപ്പറേറ്റീവ് ഏരിയ മസ്റ്റ് ബി അഡീക്വേറ്റ്ലി എക്സ്പോസ്ഡ്. ഓപ്പറേറ്റ് ചെയ്യേണ്ട ഏരിയ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കിടക്കേണ്ടത്. No interference with the patient's respiration as a result of pressure of the arms or the chest or constriction of the neck or chest caused by a gown. അതായത് നമ്മൾ പേഷ്യൻറ്റിനെ സർജറിക്ക് മുന്നേ ഒരു സർജിക്കൽ ഗൗണാണ് നമ്മൾ ധരിപ്പിക്കുക. ആ ഗൗൺ ഇട്ടിട്ട് ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ കൈയുടെ ഭാഗമോ ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഇറുകി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ശ്വാസം വലിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. The nerves of the client must be protected from undue pressure. അതായത് നമ്മുടെ നെർവ്സിലേക്ക് പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുന്ന കണ്ടീഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സീരിയസ് ഇഞ്ചുറി ഓർ പാരലൈസിസ് മേ റിസൾട്ട് ഫ്രം ഇംപ്രോപ്പർ പൊസിഷനിങ് ഓഫ് ദ ആംസ്, ഹാൻഡ്സ്, ലെഗ്സ് ഓർ ഫീറ്റ്. അതുപോലെ നമ്മുടെ പേഷ്യൻറ്റിന് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ പാരാലിസിസ് സംഭവിക്കാനായിട്ട് പറ്റുന്ന ഇംപ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിങ് ഒന്നും പേഷ്യൻറ്റിന് ഉണ്ടാവരുത്. ഇപ്പോൾ ആംസ് ആണെങ്കിൽ, ഹാൻഡ്സ് ആണെങ്കിൽ, ലെഗ്സ് ആണെങ്കിൽ, ഫീറ്റ് ആണെങ്കിലും ഒക്കെ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻ്റെ സേഫ്റ്റി എപ്പോഴും നമ്മൾ എല്ലാ സമയവും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ കേസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ദ പേഷ്യൻറ്റ് നീഡ്സ് ജെൻറ്റിൽ റെസിസ്റ്റൻറ്റ് ബിഫോർ ഇൻഡക്ഷൻ. അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ് അതായത് നമ്മുടെ പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഓർ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ കുറിച്ചിട്ടാണ്. മെയിൻറ്റെയിനിങ് ഇലക്ട്രോലൈറ്റ്. എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള സബ്സ്റ്റൻസുകളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈറ്റ് യുവർ ഇലക്ട്രോലൈറ്റ്സ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അതായത് ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഗോ ഈസി ഓൺ ദ സോൾട്ട്. അതുപോലെ അതായത് ഓൾദോ സോഡിയം ഈസ് എ വൈറ്റൽ ഇലക്ട്രോലൈറ്റ് യുവർ ബോഡി ഡസൻറ്റ് നീഡ് എ ലോട്ട്, ജസ്റ്റ് 1 ടീസ്പൂൺ ഡെയിലി. അതായത് നമ്മുടെ ഉപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റലായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്, പക്ഷേ നമ്മളതിന് 1 ടീസ്പൂണാണ് നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തിലേക്കുള്ള അളവ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോലൈറ്റ് റീപ്ലെനിഷ് ഇലക്ട്രോലൈറ്റ് ആഫ്റ്റർ എക്സസൈസ്. അതായത് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റുകൾ പുറത്തേക്കൊക്കെ, അതായത് ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുഷ് ദ ഇലക്ട്രോലൈറ്റ് വെൻ യു ആർ സിക്ക്. അതുപോലെ തന്നെ നമ്മൾ വയ്യാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ അളവുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നത് റിവേഴ്സൽ റൂം അനസ്തേഷ്യ ഡ്രഗ് യൂസ്ഡ്. റിവേഴ്സൽ ഏജൻറ്റ്സ് ഇൻ ജനറൽ ഫോൾ ഇൻ ടു 2 കാറ്റഗറീസ്. അതായത് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനസ്തേഷ്യയിൽ നിന്ന് നമുക്ക് എന്താണ് റിവേഴ്സ് കിട്ടണം അല്ലേ, നമ്മുടെ ശരീരം പണ്ടത്തെ പോലെ ആയിരിക്കണം. അതിനു വേണ്ടി റിവേഴ്സൽ ഏജൻറ്റിനെ നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റിസപ്റ്റർ സ്പെസിഫിക് ആൻറ്റഗോണിസ്റ്റസ് ആൻഡ് നോൺ സ്പെസിഫിക് അനലെപ്റ്റിക് ഏജൻറ്റ്സ്. ആൻറ്റഗോണിസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, antagonists are defined as agents which have a high affinity for a receptor and no intrinsic activity. അതായത് ഇതിന് ഹൈ ആയിട്ടുള്ള അഫിനിറ്റി ആയിരിക്കും. റിസപ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ള അഫിനിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോ ഇൻട്രിൻസിക് ആക്ടിവിറ്റി ആയിരിക്കും ഇനി ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ആൻറ്റി കോളിനെസ്റ്ററേസ്, നാലോക്സോൺ, പിന്നെ ഫ്ലുമാസെനിൽ എക്സെട്ര. ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ. ഇനി റിവേഴ്സ് ഇഫക്റ്റ് ഓഫ് അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി ദർ ആർ നോ ഡ്രഗ്സ് ടു ബ്രിങ് പീപ്പിൾ ഔട്ട് ഓഫ് അനസ്തേഷ്യ. When surgeons finish an operation, the anesthesiologist turn off the drugs that put the patient under the waste of them to wake up and regain the ability to breathe on their own. അതായത് നമ്മുടെ അനസ്തേഷ്യയുടെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ഒരു അനസ്തേഷ്യ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ഡ്രഗ് കൊടുത്താലല്ല നമ്മുടെ പേഷ്യൻ്റെ പണ്ടത്തെ ലൈഫിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇത്ര സമയമാണ് നമ്മുടെ ഒരു അനസ്തേഷ്യ ഡ്രഗിൻ്റെ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് കഴിയുന്നതോടുകൂടി നമുക്ക് എന്താണ് നമുക്ക് ഓർമ്മ തിരിച്ചു വരില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ സെൻസേഷൻസൊക്കെ നമുക്ക് തിരികെ കിട്ടുന്നതുമാണ്. ട്രാൻസ്ഫറിങ് ഓഫ് ദ പേഷ്യൻറ്റ്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പേഷ്യൻറ്റിനെ? ദ ഫോളോയിങ് സ്റ്റെപ്പ് ഷുഡ് ബി ഫോളോഡ് വെൻ ഗെറ്റിംഗ് റെഡി ടു ട്രാൻസ്ഫർ എ പേഷ്യൻറ്റ്. ടു ഗെറ്റ് ദ പേഷ്യൻറ്റ് ഇൻ ടു എ സീറ്റഡ് പൊസിഷൻ, റോൾ ദ പേഷ്യൻറ്റ് ഓൺ ടു ദ സെയിം സൈഡ് ആസ് ദ വീൽ ചെയർ. അതായത് നമ്മൾ ഇരുന്നിട്ട് പോകാനായിട്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീൽ ചെയറിലും, അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ കിടക്കാനായിട്ട് പറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ട്രോളീസിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത്. Put one of your arm under the patient's shoulders and one behind the knees. നമ്മൾ പേഷ്യൻ്റ് ഇപ്പോൾ ട്രോളിയിലേക്ക് കയറ്റുക അല്ലെങ്കിൽ ഒരു വീൽ ചെയറിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ കൈകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കൈകൾ വെക്കേണ്ടത് പേഷ്യൻ്റെ ഷോൾഡേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന് താഴോട്ടും കൈകൾ വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ കെടുത്തേണ്ടത്. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് റിക്കവറി റൂം സെറ്റപ്പ് ആൻഡ് തിങ്സ് യൂസ്ഡ് ആണ്. ആഫ്റ്റർ സർജറി യു വിൽ മൂവ് ടു എ റിക്കവറി റൂം. ദിസ് ഈസ് ആൻ ഏരിയ നിയർ ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ വിത്ത് മോണിറ്ററിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പെഷ്യലി ട്രെയിൻഡ് സ്റ്റാഫ്. നമുക്കൊരു റിക്കവറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്കവറി റൂം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ആഫ്റ്റർ സർജറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അവിടെ. ഇൻ സം ഹോസ്പിറ്റൽ ഇറ്റ് മേ ബി കോൾഡ് എ റിക്കവറി വാർഡ് ഓർ പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ്. ഇറ്റ് മൈറ്റ് ബി എ ഷെയർഡ് സ്പേസ് ഓർ എ പ്രൈവറ്റ് റൂം. അതായത് നമ്മൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ റിക്കവറി റൂം അല്ലെങ്കിൽ പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു പ്രൈവറ്റ് റൂം എന്ന്, അതായത് മൈറ്റ് ബി എ ഷെയർഡ് സ്പേസ് ഓർ എ പ്രൈവറ്റ് റൂം. അതായത് നമ്മൾക്ക് ഇവിടെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല, നമ്മുടെ അവിടെയുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 9 പറയുന്നത്. താങ്ക് യു.